അസ്സലാമു അലൈക്കും. നമസ്കാരം. ഏവർക്കും 2 മണി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിയാദ് വടകര. പ്രധാന വാർത്തകൾ. ഇസ്രായേൽ വ്യോമാക്രമണം, മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഖാർഗെക്കും, ചെന്നിത്തല. പാമാജിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു, SFI നേതാക്കൾക്കെതിരെ കേസ്. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായി. ഇസ്രായേൽ വ്യോമാക്രമണം, മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അൽ അഖ്സ പള്ളി മുൻ ഇമാം ഡോക്ടർ യൂസഫ് സലാമയാണ് കൊല്ലപ്പെട്ടത്. 68 വയസ്സായിരുന്നു. മുൻ ഔഖാഫ് മതകാര്യ മന്ത്രി കൂടിയാണ് കൊല്ലപ്പെട്ടതെന്ന് മാധ്യമങ്ങൾ അറിയിച്ചു. സെൻട്രൽ ഗസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണമെന്ന് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. അഭയാർത്ഥി ക്യാമ്പിൽ ഇദ്ദേഹത്തിന്റെ വീടിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. സംഭവത്തിൽ യൂസഫ് സലാമയുടെ കുടുംബത്തിലെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഖാർഗെക്കുമെന്ന് ചെന്നിത്തല. ന്യൂഡൽഹി. രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിന് പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ്. ക്ഷണം കോൺഗ്രസിനല്ലെന്നും സോണിയക്കും ഖാർഗെക്കും മാത്രമാണെന്നാണ് പ്രസ്താവന. രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്കുള്ള BJPയുടെ ക്ഷണാനുബന്ധ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴാണ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവന. ഈ ക്ഷണം വ്യക്തിപരമാണെന്നുമാണ് നേതാവിന്റെ അഭിപ്രായം. പ്രതിപക്ഷ ചടങ്ങിനെ, പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു, SFI നേതാക്കൾക്കെതിരെ കേസ്. കണ്ണൂർ. പുതുവർഷത്തലേന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഗവർണറെ പാപ്പാഞ്ഞിയാക്കി കത്തിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ അടക്കം 5 നേതാക്കൾക്കെതിരെയും 20 പ്രവർത്തകർക്കെതിരെയുമാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. സുരക്ഷയില്ലാത്ത പൊതുസ്ഥലത്ത് കോലം കത്തിച്ചതിനാണ് കേസ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖം പതിപ്പിച്ച 30 അടി ഉയരമുള്ള കൂറ്റൻ കോലമാണ് പയ്യാമ്പലം ബീച്ചിൽ SFI അഗ്നിക്കിരയാക്കിയത്. സ്പോർട്സ്. വാർണർ ഷോ ഇനിയില്ല. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. സിഡ്നി ടെസ്റ്റ് ക്രിക്കറ്റിന് പുറമെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസി സൂപ്പർ താരം ഡേവിഡ് വാർണർ. ലോകകപ്പ് സമയത്ത് തന്നെ വിരമിക്കലിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതായും ഇന്ത്യയിൽ ലോകകപ്പ് നേടാനായത് വലിയ കാര്യമാണെന്നും ഡേവിഡ് വാർണർ പറഞ്ഞു. 2 തവണ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്ന താരം പുതുവർഷ ദിനത്തിലാണ് വിരമിക്കൽ അറിയിച്ചത്. വാർത്തകൾ ചുരുക്കത്തിൽ. ഇസ്രായേൽ വ്യോമാക്രമണം, മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടനം ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും ഖാർഗെക്കും, ചെന്നിത്തല. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു, SFI നേതാക്കൾക്കെതിരെ കേസ്. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി.